അപ്പോൾ സുനീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചണിലെ വർക്കുകളൊക്കെ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ദോശയും ചമ്മന്തിയൊക്കെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഉച്ചത്തേക്കുള്ള ഇതിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചീര തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചീരയൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സാമ്പാറും കൂടി സെറ്റാക്കണം. അപ്പോൾ അതിനുള്ള തിരക്കിലാണ്. അപ്പോൾ അടുത്ത് നമുക്ക് മീൻകറി വെക്കണം. അപ്പോൾ അതിനുള്ള മീനൊക്കെ നമുക്ക് കഷ്ണിച്ച് അതിനുശേഷം കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അടിച്ച് വരുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ അവസ്ഥ. ഫ്രണ്ടിലൊരു കുഞ്ഞു ചായക്കട ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചിട്ടേക്കുവാണ്. അപ്പോൾ വീട്ടിൽ കുറച്ച് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ റോഡാണ്. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഫ്രണ്ടിൽ ഒരു വീടുണ്ട്, കുടുംബ വീട് ഇരിപ്പുണ്ട്. ഓക്കെ, ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി കിച്ചണിൽ ബാക്കി പണികളിലേക്ക് പോകാം. കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി പരിപ്പ് ഇട്ട് മറ്റ് പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നമ്മുടെ ഗ്യാസിലേക്ക് വയ്ക്കാം. പ്രഗ്നൻസി ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വീക്കാണ്. അപ്പോൾ എനിക്ക് ഓടി നടന്ന് പണി ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ എൻ്റേതായ രീതിയിലുള്ള പണികളും ചെയ്ത് ഒതുക്കാൻ ശ്രമിക്കാറുണ്ട്. നമ്മൾ അധികം റിസ്ക് എടുക്കാണ്ട് കുറച്ചായിട്ട് പണികളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വിശ്വാസം എനിക്കുണ്ട്. മോളുണ്ട്, മോളുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, പിന്നെ എൻ്റെ ആരോഗ്യം നോക്കണം. അപ്പോൾ ആകെ എല്ലാം ഒരു ബഹളമാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇപ്പോൾ ബാക്കി പണികളിലേക്ക്. ഈ ബോക്സസൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അത് ഒരു 12 എണ്ണത്തോളം ഒരു സെറ്റാണ്. ചെറുതും വലുതുമായിട്ടൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയൊക്കെ വഴിയെ കാണിച്ചു. അങ്ങനെ സാമ്പാറിനുള്ളതൊക്കെ അടുപ്പിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമുക്ക് അവിയൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് പുഴുക്ക് തേങ്ങ ചമ്മന്തിയൊക്കെ ഇട്ടിട്ട് അവിയൽ പോലെ ഒന്ന് പുഴുക്കാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി അതിലേക്ക് ഇടണം. അപ്പോൾ അത് ഒന്ന് തയ്യാറാക്കിയിട്ട് ചക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടാണ്. അപ്പോൾ ഞാനിതിൽ ഇച്ചിരി തേങ്ങ, വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കാന്തി മുളകും കൂടി ആഡ് ചെയ്തിട്ടാണ് അതിൻ്റെ കൂട്ട് തയ്യാറാക്കുന്നത്. ചക്കപ്പുഴുക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അരച്ചെടുത്ത് അതിലേക്ക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കുറച്ച് ചൂട് ഇറക്കാറാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാനത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കൂട്ടൊക്കെ തയ്യാറാക്കി ഞാനതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഇറക്കാറാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ അടുപ്പിൽ വെച്ചിട്ട് തന്നെ ഒഴിച്ച് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നിങ്ങൾ വേറെ രീതിക്കാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, കമൻറ്റിൽ അറിയിച്ചാൽ മതി. അടുത്തതായിട്ട് നമുക്ക് മീൻകറിക്കുള്ള കൂട്ടുകളാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് കുഞ്ഞൻ ചൂരയാണ് കേട്ടോ. കുഞ്ഞൻ ചൂരയാണ്, തീരെ കുഞ്ഞാണ്, പക്ഷേ ഫ്രഷൊക്കെ നമ്മുടെ മീനൊക്കെ അടുപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഇപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചീര തോരൻ വെക്കാനുള്ള കൂട്ടൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറൊക്കെ റെഡിയായി. അപ്പോൾ നമ്മളത് ആ വയറ് നിറച്ച് ചോറും ചീരത്തോരനും സാമ്പാറും മീനും ഒക്കെ കൂട്ടി നല്ലൊരു പിടി പിടിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ കാണാൻ വരെ ബൈ.